أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت ثمود المرسلين إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتتركون فيما هاهنا آمنين في جنات وعيون وزروع ونخل طلعها هضيم وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1250 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 141 മുതൽ 152 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت ثمود المرسلين إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتتركون فيما هاهنا آمنين في جنات وعيون وزروع ونخل طلعها هضيم وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 141 മുതൽ 152 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദ് സമൂഹത്തെ വിശദമായി പരാമർശിച്ചതിന് ശേഷം അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ആയത്തുകൾ മുതൽ അതിനെ തുടർന്ന് ഭൂമുഖത്ത് വലിയ സ്വാധീനം നേടിയ ഒരു വിഭാഗമായിരുന്ന സമൂദ് സമൂഹത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ പ്രളയത്തെ തുടർന്ന് ലോകത്ത് വലിയ ശക്തിയും കരുത്തുള്ളവരൊക്കെയായി മാറി രംഗത്ത് വന്ന വലിയ സ്വാധീനമുണ്ടായിരുന്ന വിഭാഗമായിരുന്നു ആദ് സമൂഹം. ആദ് സമൂഹത്തെ അവര് ധിക്കാരികളും താന്തോന്നികളുമായി മാറിയ ഘട്ടത്തിൽ അള്ളാഹു നശിപ്പിച്ച കാര്യമാണ് നമ്മൾ പിന്നീട് ആയത്തുകളിൽ പ്രതിപാദിക്കുന്നതായിട്ട് കാണുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് വ്യക്തമായിട്ട് പറയുന്നത് ആദിന്റെ കാലശേഷം ഭൂമുഖത്ത് ഖുലഫ ആയിട്ട്
സമൂദ് വിഭാഗത്തെ കൊണ്ടുവന്നു എന്നത് സൂറത്തുൽ അഅറാഫിൽ വ്യക്തമാക്കപ്പെടുന്നു. ഇത് ജഅലക്കും ഖുലഫാ മിൻ ബഅദി ആദ് എന്ന് സമൂദ് വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആദ് സമൂഹം നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. അറേബ്യയിലെ അഹ്ഖാഫ് പ്രദേശത്ത്, വിശേഷിച്ച് റുബുൽ ഖാലി പോലെയുള്ള മണലാരണ്യമൊക്കെയുള്ള ആ ഭൂപ്രദേശത്ത് അധിവസിച്ചിരുന്ന വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. അവര് വലിയ സൗധങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ സമർത്ഥരായിരുന്നു. വലിയ തടിമിടുക്കുള്ളവരും അതുപോലെ വലിയ ഭീമാകാരന്മാരായ ആളുകളുമായിരുന്നു. അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളെ വളരെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തുകൊണ്ട് വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തുന്ന രീതി ഒക്കെ പിന്തുടർന്നിരുന്ന ഒരു കൂട്ടരാണ് അവർ. അവര് ഭൗതികമായി വലിയ വളർച്ച നേടി, വലിയ മുന്നേറ്റം നേടി എന്നതിനോടൊപ്പം തന്നെ ആത്മീയമായും ധാർമ്മികമായും അവര് വല്ലാത്ത വിധത്തിൽ കൂപ്പുകുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളർച്ച ഒരു വശത്തേക്ക് മാത്രമായിരുന്നു. ഭൗതികമായ നേട്ടങ്ങളുടെയും സ്വാധീനത്തിന്റെയും ശക്തി സംഭരിക്കലിന്റെയും ഒക്കെ മേഖലയിൽ അത് വലിയ വളർച്ച നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ധാർമ്മികമായിട്ട് ഭൂമുഖത്ത് വലിയ കുഴപ്പമുണ്ടാക്കുന്നവരായി മാറി എന്നതല്ലാതെ ദുർബലരായ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നവരായി അവര് വൈദാ ബത്തഷ്തും ജബ്ബാരീൻ എന്ന വിധത്തിൽ ഖുർആൻ വിവരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായത്. 8 രാത്രികളും 7 പകലുകളും അടങ്ങിയ ഒരു ഡ്യൂറേഷൻ, അതിശക്തമായ കാറ്റും മഴയും ഒക്കെ അടിച്ചു വീശി അവരെല്ലാവരും തന്നെ നിലംപരിശായ ഒരവസ്ഥയാണ് സംജാതമാവുകയുണ്ടായത്. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു സമൂഹം എന്നുള്ള നിലക്ക് വലിയ സ്വാധീനവും ശക്തിയും ഒക്കെ നേടിക്കൊണ്ട് സമൂദ് വിഭാഗം രംഗത്ത് വരുന്നത്. മഹാനായ പ്രവാചകൻ സാലിഹ് അലൈഹിസ്സലാം ഈ സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെടുകയുണ്ടായത്. അറേബ്യയുടെ തബൂക്ക് ഭാഗത്തേക്ക്, മദീനയിൽ നിന്ന് തബൂക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എത്തുന്ന അൽ ഉല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ഈ അൽ ഉല പ്രോവിൻസില് ഹിജ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇടം, ആ സ്ഥലം മദായിൻ സാലിഹ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹിജ്ർ എന്ന പേരിൽ അത് അറിയപ്പെടുന്നതിന് അവിടുത്തെ ഭൂമിശാസ്ത്രം കൂടിയൊരു കാരണമാണ്. പാറക്കെട്ടുകളാണ്, അല്ലെങ്കിൽ സാൻഡ്സ്റ്റോൺ ക്ലിഫുകളാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചെറിയ കുന്നുകൾ അല്ലെങ്കിൽ മലകൾ ധാരാളമായിട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച പിരമിഡ് പോലെ അടുത്തടുത്തായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് പോലെയാണ് ഈ സാൻഡ്സ്റ്റോൺ ക്ലിഫുകൾ കാണപ്പെടുക. ഇപ്പോഴും അത് നമുക്ക് സന്ദർശിക്കാവുന്ന വിധത്തില്, കാണാവുന്ന വിധത്തില് അവ നിലനിൽക്കുന്നുണ്ട്. ഈ സാൻഡ്സ്റ്റോൺ ക്ലിഫുകളുടെ അകം തുരന്നെടുത്ത് അതിനകത്ത് വലിയ ഗംഭീരങ്ങളായ പാർപ്പിടങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ നിത്യതയുള്ള വിധത്തിൽ സുരക്ഷിതരാണ് എന്ന നിലക്ക് കഴിയുന്ന ഒരു സമൂഹമായിരുന്നു സമൂദ് സമൂഹം. 100ഓളം വരുന്ന സാൻഡ്സ്റ്റോൺ ക്ലിഫുകൾ ഇപ്പോഴും നമുക്ക് അവിടെ കേടുപാടുകളൊന്നും ഇല്ലാതെ കാണാൻ കഴിയും. ഏകദേശം ഒരാളുടെ പൊക്കത്തില്
അതിന്റെ അകം തുരന്നെടുത്തിട്ട് അതിന്റെ അകത്ത് മുറികളും അതുപോലെ കിടക്കാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കി, വലിയ ഹാളുകളും ഒക്കെ ഒരുക്കിയിട്ട് അതിനകത്ത് അത് വളരെ സുരക്ഷിതമായ താമസ സ്ഥലങ്ങളാണ് എന്ന നിലക്ക് കഴിഞ്ഞിരുന്നവരാണ് സമൂദ് സമൂഹം. ഈ സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സാലിഹ് അലൈഹിസ്സലാം, അവരിൽ തന്നെ പെട്ട ഒരാളാണ്, നിയോഗിക്കപ്പെടുന്നത്. സാലിഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തെ നിഷേധിച്ച, അദ്ദേഹത്തെ കളവാക്കിയ ആ നാട്ടുകാരെ, ആ ജനതയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ കാര്യത്തില് ആ പരീക്ഷണത്തെ തുടർന്നുള്ള ദൈവിക നടപടികൾ കൂടി ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹു ഒരു ഒട്ടകത്തെ അയക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു പാറക്കെട്ടിൽ നിന്ന് അങ്ങ് എണീറ്റ് വന്ന ഒരൊട്ടകം, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് സാലിഹ് അലൈഹിസ്സലാം സൂചിപ്പിച്ചുകൊണ്ട് അതിനെ യാതൊരു നിലക്കും ഉപദ്രവിച്ചുകൂടാ, അവിടെ ഉണ്ടായിരുന്ന കിണറിൽ നിന്ന് അല്ലെങ്കിൽ ജലസ്രോതസ്സിൽ നിന്ന് ജലപാനം ചെയ്യാൻ അതിനെ അനുവദിക്കണം, അതിനെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് സാലിഹ് അലൈഹിസ്സലാം അവരോട് ഈ ഒട്ടകത്തെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ. ദുർവൃത്തരായ സമൂദ് സമൂഹത്തിലെ വലിയ സ്വാധീനമുണ്ടായിരുന്ന, അതിക്രമവാസന വളരെയേറെ പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ ആ ഒട്ടകത്തെ കൊന്നുകളയുകയും അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ നടപടി ആ സമൂഹത്തിന്റെ മേൽ ഒന്നാകെയായിട്ടുണ്ടാവുകയും ചെയ്ത കാര്യം വിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ സംഭവങ്ങളുടെ ചില വശങ്ങളാണ് സൂറത്ത് ശുഅറയിൽ നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലും അതിനെ തുടർന്നുള്ള ആയത്തുകളിലുമായിട്ട് വിവരിക്കപ്പെടുന്നത്. നമുക്ക് ആയത്തുകളൊന്ന് ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കദ്ദബത്ത് സമൂദു അൽ മുർസലീൻ, സമൂദ് സമൂഹം ഇതേപോലെ തന്നെ ദൂതന്മാരെ കളവാക്കുകയുണ്ടായി. ഇവിടെയും ദൂതന്മാർ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. സാലിഹ് അലൈഹി ഇസ്ലാം മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റിയിടത്തോളം വിശുദ്ധ ഖുർആനിലെ സൂചനകളിൽ നിന്ന് സമൂദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് സാലിഹ് അലൈഹി ഇസ്ലാം മാത്രമാണ്. പക്ഷെ ഒരു പ്രവാചകനെ, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകത്വത്തെയും മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമായിട്ടാണ് ഖുർആൻ പരാമർശിക്കുന്നതും അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നതും. കാരണം എല്ലാ പ്രവാചകന്മാരും ഒരേ ദൗത്യം നിർവഹിച്ചിരുന്നവരും ഒരേ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നവരുമാണ്. അതാണ് അതിന് കാരണം. ആരും വ്യത്യസ്തമായ ഒരു സന്ദേശവുമായിട്ടല്ല വന്നിട്ടുള്ളത്. കദ്ദബത്ത് സമൂദുനിൽ മുർസലീൻ, സമൂദ് സമൂഹം ദൂതന്മാരെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്തു കളഞ്ഞു. എപ്പോഴാണ്? ഇത് ഖാല ലഹും അഖൂഹും സ്വാലിഹുൻ അലാ തത്തഖൂൻ. ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലാണ് അവർ നിഷേധികളായി മാറിയത്. ആ സന്ദർഭം ഇതാണ്: അവരുടെ സഹോദരൻ സ്വാലിഹ്, അവരിൽ തന്നെ പെട്ട ഒരാളായ സ്വാലിഹ് അവർക്കിടയിൽ അവരോട് അള്ളാഹുവിന് വഴിപ്പെട്ടവരായി മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി എണീറ്റ് നിന്ന ആ ചരിത്ര മുഹൂർത്തം. ഇത് ഖാലലഹും അഖൂഹും സ്വാലിഹും, അവരുടെ സഹോദരൻ സാലിഹ് അവരോട് ഇങ്ങനെ പറഞ്ഞ ആ സന്ദർഭം, ആ ചരിത്രഘട്ടം. അലാ തത്തഖൂൻ, നിങ്ങള് ഭയഭക്തിയുള്ളവരാകുന്നില്ലേ എന്നാണ് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചത്. വിശുദ്ധ ഖുർആൻ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ കളഞ്ഞിരിക്കുകയാണ് ഇവിടെ.
വേറെ പലയിടത്തും ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലിയാണ്. അലാ തത്തഖൂൻ എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവരുടെ ധിക്കാര മനസ്ഥിതി, താന്തോന്നിത്വം, അധാർമികത, എല്ലാ വിധത്തിലുള്ള ജീർണത, അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിത രീതി, അങ്ങനെയുള്ള തുടങ്ങിയ, അതുപോലെ സമൂഹത്തില് ദുർബലരോട് വലിയ ക്രൂരതയും അക്രമവും ഒക്കെ കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ. ഈ ആളുകളോട് ഒരൊറ്റ വാക്കിലാണ് സ്വാലിഹ് അലൈഹിസ്സലാം സംസാരിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാൻ തരമില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സ്വാലിഹ് അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ അതിനെ ഒരൊറ്റ പ്രയോഗം മാത്രം നടത്തിക്കൊണ്ട് പരാമർശിക്കുകയാണ്. അലാ തത്തഖൂൻ എന്നതാണ് സ്വാലിഹ് അലൈഹിസ്സലാം ആ സമൂഹത്തോട് ചോദിച്ചത്. കൂട്ടരെ, നിങ്ങൾ അള്ളാനെ പേടിയുള്ളവരാവണില്ലേ എന്ന്. നമ്മളെ പച്ച മലയാളത്തില് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തില് നമ്മൾ പറയാറുള്ള ഒരു പ്രയോഗം, അള്ളാനെ പേടിയുള്ളവരാവണില്ലേ, അള്ളാനെ പേടിച്ചോളിട്ടോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് അള്ളാനെ പേടിക്കലും മാത്രമല്ല, ധാർമ്മികത, സദാചാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹുവിനെ റെക്കൺ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൈവഭക്തിയും ഭയപ്പാടും ഒക്കെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ നിങ്ങള് തഖ്വയുള്ളവരായി മാറുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് ആകെ പറഞ്ഞതിന്റെ ചുരുക്കമായിട്ട് ഇവിടെ പറയുന്നത്. ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിശ്വസ്തനായ ദൂതനാണ്. സ്വാലിഹ് അലൈഹിസ്സലാം തുടർന്ന് പറയുന്ന അതാണ്. നിങ്ങൾ തഖ്വയുടെ മാർഗം, സൂക്ഷ്മതയുടെ, സത്യസന്ധതയുടെ, നീതിയുടെ, നന്മയുടെ, സത്യബോധത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവരാകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് സ്വാലിഹ് അലൈഹിസ്സലാം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ ദൂതനാണ് എന്നാണ്. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു മാനദണ്ഡമായിട്ട് പറയുന്ന ഒരു പ്രയോഗം അമീനാണ് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനായിട്ട് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ദൈവിക ദൗത്യം നിർവഹിക്കാനായിട്ട് രംഗത്ത് വരികയുണ്ടായത്. അപ്പോ ഇവിടെ സ്വാലിഹ് അലൈഹിസ്സലാം, നേരത്തെ ഹൂദ് അലൈഹിസ്സലാമും നൂഹ് അലൈഹിസ്സലാമും ഒക്കെ ഇതേ വിധത്തില് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ സ്വാലിഹ് അലൈഹിസ്സലാം ഈ സമൂദ് സമൂഹത്തോട് പറയുന്നത് ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവിക മാർഗദർശനവുമായിട്ട് വന്നിട്ടുള്ള ദൂതനാണ്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. കാരണം ഞാൻ അമീനാണ്, ട്രസ്റ്റ് ചെയ്യപ്പെടാവുന്ന ആളാണ്, വിശ്വസ്തനാണ്. നിങ്ങളിൽ എന്റെ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്ന യാതൊന്നും നിങ്ങൾക്ക് എന്നിൽ കാണാൻ സാധ്യമല്ല. ഇന്നി ലക്കും റസൂലുൻ അമീൻ. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വ അതിഊൻ, നിങ്ങള് അള്ളാഹുവിനോട് ഭയപ്പാടും ഭക്തിയും സൂക്ഷ്മതയും ജാഗ്രതയും ഒക്കെ കാണിക്കുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക. പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ മാർഗദർശിയായിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഞാനാണ്. എന്നെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ടവരായിട്ട് ജീവിക്കുക. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഇതിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് ഇതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നേയില്ല. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഈ ഒരു ദൗത്യം നിങ്ങളുടെ ഇടയിൽ നിർവഹിക്കുന്നതിന് നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പേ ചെയ്യണ്ട, ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ അജ്രി ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എനിക്കുള്ള പ്രതിഫലം അത് പ്രപഞ്ചങ്ങളുടെ നാഥന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഞാന് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രപഞ്ചങ്ങളുടെ നാഥനുമായിട്ടാണ്.
അവനാണ് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അവനോടാണ് ഞാൻ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും അതിന് പ്രതിഫലം തരേണ്ടി വരും എന്നൊരാശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പേയ്മെന്റും ആവശ്യമില്ല. എനിക്കുള്ള പേയ്മെന്റ് ഇത് ഇല്ല എന്നല്ല, എനിക്കുള്ള പേയ്മെന്റ് പ്രപഞ്ചങ്ങളുടെ നാഥൻ അവന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊള്ളും. അതുത്രക്കൂന ഫീമാ ഹാഹുന ആമിനീൻ. അല്ല, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളിപ്പോ ഇവിടെ കഴിഞ്ഞുകൂടുന്ന തരത്തിലുള്ള സുഖക്ഷേമകരമായ കാര്യങ്ങളിലും നിങ്ങളുടെ ആനന്ദത്തിലുമൊക്കെയായി നിർഭയരായിട്ട് കഴിയാൻ വിട്ടേക്കപ്പെടുമെന്നാണോ നിങ്ങൾ കണക്കുകൂട്ടുന്നത്? ഇപ്പോ നിങ്ങൾക്ക് ഭൗതികമായ പല സുഖലോലുപതയുടേതായ പല സംഗതികളും ഉണ്ട്. സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ, നിങ്ങൾക്ക് തോട്ടങ്ങള്, അരുവികള്, അതുപോലെ പല ഭൗതികമായ സുഖക്ഷേമത്തിൻ്റെതായ പല അടയാളങ്ങളും നിങ്ങളുടേതായിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിങ്ങൾ നിർഭയരായിട്ട് കഴിയാൻ എന്നേക്കുമായിട്ട് വിട്ടേക്കപ്പെടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതുത്രക്കൂന, നിങ്ങൾ വിട്ടേക്കപ്പെടുമെന്നോ? ഫീമാ ഹാഹുന, ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഗതികളിലൊക്കെയായിട്ട് ആമിനീൻ, നിർഭയരായിട്ട് കഴിയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് ജീവിതം എന്ന നിങ്ങളുടെ ഈ കാലഘട്ടത്തിന്റെ പേരിൽ യാതൊരു കണക്കും പറയേണ്ടി വരാത്ത വിധത്തിൽ നിർഭയരായിട്ട് കഴിയാൻ സാധിക്കും. അതും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിധത്തിലുള്ള പല സുഖക്ഷേമകരമായ കാര്യങ്ങളുടെ ആളുകളായിക്കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിർഭയത്വത്തിൽ കഴിയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടേക്കപ്പെടുമെന്നാണോ നിങ്ങൾ കണക്കുകൂട്ടുന്നത്? ഈ ജന്നാത്തിൻ വഉയൂൻ, നിങ്ങളുടെ ഉദ്യാനങ്ങളിലും നിങ്ങളുടെ അരുവികളിലുമൊക്കെ ആയിട്ട്. ഇത് സുഖക്ഷേമകരമായ ജീവിതത്തിന്റെ രണ്ട് പ്രതീകങ്ങളായിട്ടാണ് ഈ തോട്ടങ്ങളും അരുവികളും ഇവിടെ പരാമർശിക്കുന്നത്. ആവശ്യത്തിന് ജലലഭ്യതയുള്ള അരുവികളും ജലസ്രോതസ്സുകളും നന്നായി കായ്ച്ച് തൂങ്ങുന്ന ഫലവർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, അതുപോലെ വയലുകൾ, ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ, നഖ്ലിൻ, ഈത്തപ്പന, എങ്ങനത്തെയാണ്? അതിന്റെ കായ്ച്ചു നിൽക്കുന്ന അതിന്റെ കുലകള്, ഹദീം, നല്ല മിനുത്ത് കൊഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ വിധത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും ഏറെ കായ്ഫലമുള്ളത് കൊണ്ട് അത് പഴുത്ത് പാകമായി അങ്ങനെ കൊല ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല മിനുത്ത് കൊഴുത്ത് നിൽക്കുന്ന ഫലം, അതിന്റെ മിനുസവും അതുപോലെ അതിന്റെ പാകമായി നിൽക്കുന്ന ഒരു പ്രത്യേകതയ്ക്ക് കാരണമായിട്ട് വിണ്ടുകീറി തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള അർത്ഥസൂചനകൾ ഹലീമിനുണ്ട്. അപ്പൊ എല്ലാ നിലക്കും അതിന്റെ മൂപ്പെത്തി പാകമായി തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ നിറഞ്ഞ ഈത്തപ്പനയുടെ കുരലുകളോട് കൂടിയുള്ള ഈത്തപ്പന വൃക്ഷങ്ങൾ, ഇതാണ് അവരുടെ സുഖക്ഷേമത്തിന്റെയും സുഭിക്ഷതയുടെയും ഒരു അടയാളമായിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളില് വീടുകൾ തുരന്നുണ്ടാക്കുന്നു. അതും അതിൽ വലിയ ആഹ്ലാദപ്രമത്തരായിക്കൊണ്ടാണ് നിങ്ങൾ പർവ്വതങ്ങളുടെ ഉൾഭാഗം തുരന്ന് അവിടെ എംറ്റി ചെയ്ത് വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ട സാങ്കേതികമായ പരിജ്ഞാനവും കഴിവുമൊക്കെ നിങ്ങൾ ആർജിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ചിസല് പോലെയുള്ള പണിയായുധങ്ങൾ നന്നായി ഉപയോഗത്തിൽ വന്നിട്ടുണ്ടാകണം. എന്തായാലും അങ്ങനെ ഒരു സമൂഹം വലിയ പർവ്വതങ്ങളെ അതിന്റെ ഉൾഭാഗം തുരന്നെടുത്ത്
അതിനകത്ത് വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി കവാടം പോലെ ഒരു എൻട്രൻസ് അതിന്റെ ഗുഹാമുഖമായിട്ട് അല്ലെങ്കിൽ ആ മലയുടെ ഈ കുന്നിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റുന്ന വിധത്തില് ഒരു കവാടമൊക്കെ സുന്ദരമായി ഉണ്ടാക്കി വെച്ച് അതൊക്കെ ഈ പാറക്കല്ലിൽ ഈ സാൻഡ്സ്റ്റോൺ ക്ലിഫില് കൊത്തിയെടുത്ത് തയ്യാറാക്കിയതാണ്. ഈ സ്ഥലം സന്ദർശിക്കാൻ എനിക്ക് 1-2 തവണ അവസരം കിട്ടിയിട്ടുണ്ട്. എന്റെ ഗുഹാമുഖത്ത് അവരുടെ അരമായിക് ഭാഷയിലുള്ള കുറിപ്പുകളൊക്കെ എഴുതി വെച്ചതും കൊത്തുപണികളൊക്കെ ചെയ്തതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മിനൽ ജിബാലി ബുയൂതൻ ഫരിഹീൻ, വലിയ ആനന്ദ തുന്തിലരായിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പർവ്വതങ്ങളില് നിങ്ങളുടെ ഭവനങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ട് അല്ലെ തുരന്നുണ്ടാക്കിയിട്ട് അതിനകത്ത് കഴിഞ്ഞുകൂടെ. അപ്പോ ഈ അവസ്ഥയിൽ നിങ്ങൾ ഈ സുഖാഡംബരങ്ങളിലായിട്ട് നിത്യമായി കഴിയാൻ നിങ്ങൾ വിട്ടേക്കപ്പെടും. നിങ്ങൾ ആരോടും ഉത്തരം പറയേണ്ടതില്ല, ആരുടെ മുന്നിലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ല എന്ന വിധത്തിലാണോ നിങ്ങൾ കരുതുന്നത് എന്നതാണ് സാലിഹ് അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായത്. അതുത്രക്കൂന ഫീമ ഹാഹുന, ഇവിടെ എന്തൊക്കെയാണോ നിങ്ങൾക്കായിട്ടുള്ളത് അതിലൊക്കെ തന്നെയും അഭിരമിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ ഇവിടെ വിട്ടേക്കപ്പെടുമെന്നാണോ? ആമിനീൻ, വളരെ നിർഭയത്വത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞുകൂടാൻ നിങ്ങൾക്ക് എന്നെന്നും ഇവിടെ സാധിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഫീ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളിലും അരുവികളിലുമായിട്ട് അങ്ങനെ അതിന്റെയൊക്കെ നിങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ. തോട്ടങ്ങളും അരുവികളും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ഈ വാസസ്ഥലങ്ങൾ. വസുറൂൻ വനഖ്ലിൻ, വസുറൂൻ, സുറൂർ എന്ന് പറഞ്ഞാല് ഈ കാലിക വിളകളാണ്, മുഖ്യമായിട്ട് ധാന്യവിളകളാണ് ഉദ്ദേശിക്കുന്നത്. വയലുകൾ ജറിന്റെ ബഹുവചനാണ്. അപ്പോ ധാന്യവിളകൾ വിളഞ്ഞു നിൽക്കുന്ന വയലുകളും വനഖ്ലി, നഖ്ലിൻ തൽഉഹാ ഹളീം, നന്നായി പഴുത്തു പാകമായി തൂങ്ങിക്കിടക്കുന്ന ഫലങ്ങളുള്ള ഈത്തപ്പന വൃക്ഷങ്ങളും ഇതിലൊക്കെയായിട്ട് അങ്ങനെ നിർഭയരായിട്ട് സന്തോഷാധിക്യത്തിൽ കഴിയാൻ നിങ്ങളെ എന്നേക്കുമായിട്ട് ഇവിടെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിലും മലകളിലും നിങ്ങൾ വീടുകള് തുരന്നുണ്ടാക്കുകയും ചെയ്യുന്നു. ഫാരിഹീൻ, വലിയ ആഹ്ലാദത്തിമർപ്പിലുള്ള ആളുകളായിട്ടുണ്ട്. എന്നാൽ സാലിഹ് അലൈഹിസ്സലാം അവരോട് പറയുന്നത് ഫത്തഖുല്ലാഹ വഅതിഊൻ, ഒരിക്കലും തന്നെ നിർഭയത്വത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തുടർന്ന് എക്കാലത്തും ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിനോട് ഭയഭക്തിയുള്ളവരായിട്ട് മാറണം. വഅതിഊൻ, അക്കാര്യത്തില് എങ്ങനെ ജീവിതം ക്രമപ്പെടുത്തണം എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ എന്നെ അനുസരിക്കുകയാണ് വേണ്ടത്. ഫത്തഖുല്ലാഹ വഅതിഊൻ, അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക, എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, നിങ്ങൾ അതിക്രമകാരികളുടെ അതിർവരമ്പുകളെ മാനിക്കാത്ത അതിര് കവിഞ്ഞ വിധത്തില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പിൻപറ്റരുത്, അവരെ അനുസരിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. നാട്ടിലെ പ്രമാണികളും നേതാക്കന്മാരുമായിട്ട് ധിക്കാരം പ്രവർത്തിച്ച് ജീവിക്കുന്ന യാതൊരു അതിർവരമ്പുകളും മാനിക്കാത്ത നാട്ടിലെ ആളുകളുണ്ട്, അവരെ അല്ല അനുസരിക്കേണ്ടത്. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, ഇസ്രാഫിന്റെ ആളുകളെ, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും അതിര് കവിയുക എന്നാണ്. എല്ലാറ്റിലും ധാരാളിത്തം കാണിക്കുന്ന അതിര് കവിയുന്ന അതിർവരമ്പുകളെ നിർലജ്ജം ഭേദിച്ചുകൊണ്ട് പോകുന്ന നാട്ടിലെ അക്രമകാരികളായ നേതാക്കന്മാരുണ്ട്, അവരെയല്ല നിങ്ങൾ അനുസരിക്കേണ്ടത്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ വലിയ കുഴപ്പവും ഫസാദും ഉണ്ടാക്കുന്നവരാണ് അവര്. അങ്ങനെയുള്ള
നാട്ടിലെ താന്തോന്നികളായ അക്രമകാരികളായ നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കരുത്. വലാ യുസ്ലിഹൂൻ, നാട്ടിലെ ഒരു വിധത്തിലുള്ള സംസ്കരണ പ്രവർത്തനവും അല്ല അവർ ചെയ്യുന്നത്, കുഴപ്പമുണ്ടാക്കലാണ്, ഫസാദ് ഉണ്ടാക്കുന്നു, നാട്ടിൽ ഫിത്നയും കുഴപ്പങ്ങളും ഫസാദും ഒക്കെ ഉണ്ടാക്കുന്നു, അധാർമികത പടർത്തി വിടുന്നു, അതുപോലെ സദാചാരം വെല്ലുവിളിക്കാൻ ധാർഷ്ട്യം കാണിക്കുന്നു, സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്നു. അതുപോലെ യാതൊരു വിധത്തിലുള്ള ഇസ്ലാഹും ചെയ്യുന്നില്ല, യാതൊരു വിധത്തിലുള്ള സദാചാരപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, സംസ്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, ധാർമ്മികത നിലനിൽക്കാൻ വേണ്ട നടപടികളൊന്നും എടുക്കുന്നില്ല, ഫസാദ് കണ്ടമാനം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നേതാക്കന്മാര് അവരാണ് അതിര് കടന്ന ആളുകൾ. എല്ലാ ധാർമ്മിക സീമകളും അതുപോലെ ദൈവിക നിയമങ്ങളുടെ അതിർവരമ്പുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മുസ്രിഫുകളായ ഇസ്രാഫിന്റെ ആളുകളായ ഈ പ്രമാണിമാരും നേതാക്കന്മാരും അവര് ഭൂമിയിൽ ഫസാദാണ് ഉണ്ടാക്കുന്നത്. ഒരു നിലക്കുള്ള ഇസ്ലാഹിൽ അവർ ഏർപ്പെടുന്നുമില്ല, ഫസാദ് ഉണ്ടാക്കുന്നു. ഏറ്റവും നാശോന്മുഖമായ കാര്യങ്ങൾ, സമൂഹത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, അധാർമികതയും ജീർണതയും ഒക്കെ ഉൾപ്പെടെയുള്ള ഇതാണ് അവര് നാട്ടിൽ പരത്തുന്നത്. ഒരു നിലക്കുമുള്ള ഇസ്ലാഹിന് അവര് മുൻകൈ എടുക്കുന്നില്ല. ഒരു സമൂഹത്തെ ശരിയായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനരാവിഷ്കരിക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയാം. ഇസ്ലാഹ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ശരിയായ അടിത്തറയിൽ പുനരാവിഷ്കരിച്ച് മൂല്യബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്നതിനാണ് പറയുന്നത്. അങ്ങനെയുള്ള യാതൊന്നും ചെയ്യുന്നവരല്ല, മറിച്ച് എല്ലാ വിധത്തിലുള്ള കറപ്ഷനും, അത് സാമൂഹ്യമായാലും ധാർമ്മികമായാലും കുടുംബപരമായാലും രാഷ്ട്രീയ വിധത്തിലുള്ളതായാലും അതുപോലെ സാമ്പത്തികമായാലും അതുപോലെ സദാചാരപരമായ കാര്യങ്ങളിലായാലും എല്ലാ വിധത്തിലുള്ള അധാർമികതയും പരത്തുകയാണ് അവർ ചെയ്യുന്നത്. ഒരു വിധത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടുന്നില്ല. അങ്ങനെയുള്ള മുസ്ലിഫുകളുടെ കൽപ്പനകൾ കേട്ടനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ കഴിയുകയല്ല നിങ്ങൾ വേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും ദൂതനെ അനുസരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് അവര് ആ ഘട്ടത്തില് സാലിഹ് അലൈഹിസ്സലാം സമൂഹത്തോടായിട്ട് പറയുന്നു. അപ്പൊ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ സമൂഹം ചില കാര്യങ്ങൾ പറയുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങള് പലതും ഒരു തർക്കത്തിന്റെ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോ പാർട്ടിസിപ്പൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പഠനവേദിയാണ്. ഇത് വേറെ എന്തെങ്കിലും പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയോ അല്ല. ഒരു സംഘടനയോ പ്രസ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ പദ്ധതിയോ ഒന്നുമുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പഠനവേദി. കാര്യങ്ങള് പഠിക്കാനും മനസ്സിലാക്കാനും എന്നിട്ട് ശരിയായ വഴി തിരഞ്ഞെടുക്കാനും ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഒരു സ്വഭാവം ചോദ്യങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ഞാൻ അവഗണിക്കാമെന്ന് വെക്കുകയാണ്. കാരണം അത്തരം ചോദ്യങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയ ഒരു സംസാരത്തിലേക്കോ റിസൾട്ടിലേക്കോ ഒന്നും അല്ല എത്തുക. അത് എല്ലാവരും സ്വതന്ത്രരാണ്. അവർക്ക് ഓരോരുത്തർക്കും വേണ്ട വഴി തിരഞ്ഞെടുക്കാൻ, സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ട് തർക്കങ്ങളിലേക്ക് പോകുന്നതിന് പകരം സ്വന്തമായി വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും സാധിക്കും. അതിന് അവസരം പ്രയോജനപ്പെടുത്തുകയാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അത്തരം തർക്കങ്ങളിലേക്ക് പോകാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.